ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ പറമ്പിലെ പണീൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പറമ്പ് നിറച്ചും കാടായിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മോള് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഈ പറമ്പ് കുറച്ച് ഒരു ആളെ വിളിച്ചാൽ കാട് വെട്ടിച്ചാൽ പോരെ, എന്തിനാ അച്ഛൻ ഇങ്ങനെ എന്നും ഇതിൽ വന്നിട്ട് കഷ്ടപ്പെടുന്നു. നമ്മൾ സ്വന്തം പണിയെടുക്കുകയാണ്, ഒരു മാസത്തെ പണിയെടുത്താലും കഴിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അച്ഛൻ അന്ന് അവിടെ ഇല്ലാത്ത തൃശ്ശൂർ പോയ സമയത്ത് അവൾ എന്ത് ചെയ്ത്, കാട് വെട്ടുന്ന ആളെയൊക്കെ ഏൽപ്പിച്ചിട്ട് അവൾ പറഞ്ഞു നമുക്ക് അച്ഛൻ വരുമ്പോൾ ഈ സർപ്രൈസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കാട് വെട്ടുന്ന ആളെ വിളിച്ച് അങ്ങനെ കാട് വെട്ടി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ പണിയെടുക്കാൻ നല്ല സുഖമായിട്ടോ. അത് കണ്ടില്ലേ. അപ്പോൾ അവൾ കൈക്കോട്ടെടുത്ത് വെറുതെ തെങ്ങിന് തടമെടുക്കാം, പിന്നെ കുറേ തോലൊക്കെ ഉണ്ടായിരുന്നു അവിടെ സൈഡിൽ കൂടിയൊക്കെ. അപ്പോൾ അതൊക്കെ വെട്ടിയെടുത്ത് ഞങ്ങൾ തെങ്ങിനൊക്കെ ഇട്ട് തടമൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന മാതിരിയൊക്കെ ഞങ്ങൾ തടമൊക്കെ എടുത്ത് കോരിയിട്ടിട്ടോ. പിന്നെ അവൾ കുറച്ച് തൈകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, റംബൂട്ടാൻ്റെ തൈയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുഴിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഇതാ മുകളിൽ ഇതാ കണ്ട കാട്, അവിടെയൊക്കെ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, കാട് കണ്ടില്ലേ, അങ്ങനെ കാട് വളർന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. നന്നായിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ, അയാൾ നന്നായിട്ട് വെട്ടിയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നേരത്തെ സമയത്തിന് പണിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതുപോലെ ഞാനും കുറച്ച് കുത്തി, അവൾ വെട്ടിയിട്ടു. പിന്നെ ഉള്ളിലത്തെയൊക്കെ മണ്ണിൻ്റെ പണിയല്ലേ, അപ്പോൾ വല്ലാതെ അവളെ കൊണ്ട് എടുപ്പിച്ചില്ല. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് അറിയും പോലെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഇതൊന്നും ഇങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ അന്ന് നല്ല മഴയൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലുമൊക്കെ മഴ ചാറിയുള്ളൂ. പിന്നെ ഞാൻ ഈ കവറിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിറച്ചും കൊതുക് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കൊതുക് നമ്മളെ പൊതിഞ്ഞ് തീർക്കും. അപ്പോൾ അതുകൊണ്ട് കൊതുക് കടി കൊള്ളാണ്ടെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ കവറിട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അറിയും പോലെയൊക്കെ ഒരു 4 തെങ്ങിന് ഞങ്ങൾ തടമെടുത്തിട്ട് തോലൊക്കെ വെട്ടിയിട്ടു. പിന്നെ വളമൊന്നും ഇട്ടില്ല കേട്ടോ, വളമൊക്കെ പിന്നെ മോട്ടം വന്നിട്ട് വാങ്ങിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചെയ്ത് അത്രയും സ്ഥലം മൊത്തം ക്ലീനാണ്, പറമ്പ് മൊത്തം നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് വന്ന് ചോറ് തിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ റംബൂട്ടാനൊക്കെ നടാൻ പോയത് കേട്ടോ. ഉച്ചയായപ്പോഴേക്ക് തന്നെ ക്ഷീണമായി, എന്താ വെച്ചാൽ അത്രയും കൊത്തിയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നല്ല ക്ഷീണമായിപ്പോയി. എന്നാലും വേണ്ടല്ലേ, അവൾ പറഞ്ഞമ്മ എന്തായാലും ഒന്ന് പണി ലീവാക്കിയല്ലേ, നമുക്ക് മൊത്തം തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചോറ് തിന്ന് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ റംബൂട്ടാനൊക്കെ നട്ടു വെച്ചത്. അയാൾ പറഞ്ഞു തന്നിട്ടോ, പണിക്ക് വന്ന അയാൾ പറഞ്ഞു തന്നതാണ്, ഇന്ന സ്ഥലത്തൊക്കെ നട്ടാൽ മതി എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതായി പോകുന്ന മരമല്ലേ, അപ്പോൾ പറമ്പിന് നടുക്കൊന്നും നടണ്ട, എന്തെങ്കിലുമൊക്കെ നമുക്ക് കൃഷി ചെയ്യാനുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞു. ഈ സമയമായി, രാത്രിയായിട്ട് ഒരു 6 മണിയായി ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ. പിന്നെ നമ്മളെ തോട് കണ്ടില്ലേ, തോട്ടിലിറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് വേഗം ഭക്ഷണം കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ. തേർഡ് പാർട്ട് ഇല്ല കേട്ടോ.